കോൺഗ്രസിന് ഇത് നേട്ടങ്ങളുടെ കാലം. ഓരോരുത്തരായി കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള വരവ് കൂടുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും കരുത്ത് കൂട്ടുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസിലേക്ക് നേതാക്കന്മാരുടെ അതിപ്രസരമാണ്. അതുപോലെ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം. ഇപ്പോഴിതാ മേഘാലയ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ മുകുൾ സാങ്മയുടെ സഹോദരൻ സെനിത് സാങ്മ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് എത്തുകയാണ്. മുകുൾ സാങ്മ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ കായിക വകുപ്പ് മന്ത്രിയായിരുന്നു സെനിത് സാങ്മ. നാളെ മേഘാലയയിലെ PCC ആസ്ഥാനത്ത് സെനിത് സാങ്മ കോൺഗ്രസ് മെമ്പർഷിപ്പ് സ്വീകരിക്കുമെന്നാണ് വിവരം. ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന മുകുൾ സാങ്മ 2021 പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. മുകുളിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന സെനിത്തിനെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുക വഴി സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. മുകുൾ സാങ്മയെ തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല. എന്നാൽ അദ്ദേഹവുമായി അടുപ്പമുള്ള തൃണമൂൽ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സെനിത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ പാർട്ടിയിലേക്ക് എത്തുമെന്നും മുകുൾ ഒറ്റപ്പെടുമെന്നുമാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. സെനിത്തിന്റെ വരവ് അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഗാരോ ഹിൽസിൽ നടക്കാൻ പോകുന്ന ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പിലും 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈയിടെയായി ഒരു കൂട്ടം ആളുകളാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. മാങ്ങയുള്ള മാവിലെ കല്ലെറിയാൻ കഴിയുകയുള്ളൂ എന്ന തത്വം തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് പല പാർട്ടി നേതാക്കൾക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് വന്നു ചേരുന്നവരുടെ എണ്ണവും അതിനനുസരിച്ച് കൂടുന്നത്. കഴിഞ്ഞ ദിവസം 100 പേരാണ് കേരളത്തിൽ കോൺഗ്രസിലേക്ക് വന്നു ചേർന്നത്. കോൺഗ്രസിൽ ചേർന്നു ഇപ്പോഴിതാ CPI മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും AITUC ജില്ലാ സെക്രട്ടറിയുമായിരുന്ന മീനങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ 100ഓളം CPI പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. KPCC ആസ്ഥാനത്തെത്തിയ മീനങ്കൽ കുമാറിനെയും പ്രവർത്തകരെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഷാൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചിരുന്നു. ഇതുകൂടാതെ വീണ ജോർജിനെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശിച്ച CPM നേതാവ് PJ ജോൺസൺ കോൺഗ്രസിൽ ചേർന്നിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടാണ് ജോൺസൺ അടുത്ത കാലത്ത് മന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചത്. മന്ത്രി പോയിട്ട് MLA ആയി പോലും ഇരിക്കാൻ വീണ ജോർജിന് അർഹതയില്ലെന്നും കൂടുതൽ പറയിപ്പിക്കരുത് എന്നുമായിരുന്നു വിമർശനം. ഇതേ തുടർന്ന് ജോൺസനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്താൻ CPM തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നും ഇദ്ദേഹം വിമർശനം ഉന്നയിച്ചു. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന ജോൺസൺ DCC ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. അങ്ങനെ രാജ്യം മുഴുവൻ കോൺഗ്രസിലേക്കുള്ള അംഗത്വം കൂടുകയാണ്. ഇത് വരും കാലങ്ങളിൽ പാർട്ടിക്ക് ഓരോ സംസ്ഥാനത്തും വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും.